ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും മേസൺറി പില്ലർ ഡിസൈൻ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. അടുത്തായി നമുക്കുള്ളത് മേസൺറി വോളിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ക്വസ്റ്റ്യൻ. ഇതാണ് അത് നമ്മുടെ ഞാൻ തന്ന മെറ്റീരിയലിലെ എക്സസൈസ് 2.5 ആണ്. ഡിസൈൻ എ ലോഡ് ബെയറിംഗ് വോൾ യൂസിങ് കൺവെൻഷണൽ ബ്രിക്സ് ഇൻ സിമെൻറ്റ് മോട്ടോർ 1:6 to carry an axial load of 130 kN per meter. Height of the wall is 3 meter and the length between cross walls is 4 meter. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ളത് സിമെൻറ്റ് മോട്ടാർ 1:6. നമ്മൾ പില്ലർ ഡിസൈൻ ചെയ്ത സമയത്ത് യൂസ് ചെയ്ത സിമെൻറ്റ് മോട്ടാർ എന്ന് പറയുന്നത് 1:4 ആയിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1:6 ആണ്. കാരണം നമുക്ക് വോൾ ഡിസൈനിൽ പില്ലറിനെക്കാട്ടി കുറച്ചും കൂടി സ്ട്രെങ്ത് കുറഞ്ഞ മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആവശ്യമുള്ള ആക്സിൽ ലോഡ് എന്ന് പറയുന്നത് 130 kN/m. പിന്നെ ഹൈറ്റ് ഓഫ് ദി വോളും ലെങ്ത് ബിറ്റ്വീൻ ക്രോസ് വാൾസും തന്നിട്ടുണ്ട്. എന്താണ് ഈ ലെങ്ത് ബിറ്റ്വീൻ ക്രോസ് വാൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫിഗർ കാണിക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇടയിലുള്ള രണ്ട് വോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 4 മീറ്റർ. അതിനാണ് നമ്മൾ ലെങ്ത് ബിറ്റ്വീൻ ക്രോസ് വാൾസ് എന്ന് പറയുന്നത്. ഇതാണ് ക്രോസ് വാൾസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെ ഒരു വോൾ ഡിസൈൻ ചെയ്യാനാണ് പറയുക. ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? വോളിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ മാറ്റമുള്ളൂ. ഓക്കെ, അപ്പം സേഫ് ആക്സിൽ ലോഡ് എന്ന് പറയുന്നത് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി വോളാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു 3 ഫാക്ടേഴ്സ്. ഈ 3 ഫാക്ടേഴ്സ് നമ്മളവിടെ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, ഇനി ബേസിക് കംപ്രസീവ് സ്ട്രെസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ IS കോഡിലേക്ക് പോവുകയാണ്. IS കോഡിൽ ടേബിൾ നമ്പർ 1 നമ്മൾ അവിടെ പില്ലർ ഡിസൈൻ ചെയ്തപ്പോൾ യൂസ് ചെയ്തത് 1:4 മിക്സ് ആയിരുന്നു. 1:4 മിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രേഡ് ഓഫ് മോട്ടാർ എന്ന് പറയുന്നത് H2 ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സ് എന്ന് പറയുന്നത് 1:6 ആണ്. 1:6 യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈമും മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് 1 പാർട്ട് ഓഫ് സിമെൻറ്റ് ആൻഡ് 6 പാർട്ട് ഓഫ് സാൻഡ്. 1:6 യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മോട്ടാറിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് M2 ആണ്. അപ്പം ഇത്രയും നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പില്ലർ ഡിസൈൻ 1:4 ആണെങ്കിൽ H2, വോൾ ഡിസൈൻ 1:6 ആണെങ്കിൽ M2. ഓക്കെ, അപ്പം M2 എന്ന് പറയുന്ന ഗ്രേഡ് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക ആദ്യം. ഓക്കെ, ഇനി M2 എന്ന് പറയുന്ന മോട്ടാർ നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ബേസിക് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ IS കോഡിൽ ടേബിൾ നമ്പർ 8 പോവുക. IS കോഡിൽ ടേബിൾ നമ്പർ 8 ഇവിടെ നിന്നാണ് നമ്മൾ ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടാറിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് M2 ആണ്. M2 മോട്ടാറും ഇവിടെ നമ്മൾ ഗ്രേഡ് ഓഫ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 7.5 ആണ്. 7.5 കംപ്രസീവ് സ്ട്രെസ്സിനും M2 മോട്ടാറിനും കറസ്പോണ്ടിങ് ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് 0.59. ഓക്കെ, 0.59 കറസ്പോണ്ടിങ് ടു 7.5 ആൻഡ് M2 മോട്ടാർ ദ വാല്യൂ ഓഫ് ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഈസ് 0.59. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ. നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ ആദ്യം പില്ലർ ഡിസൈനിന് മുമ്പ് തന്നെ സ്ലെൻഡർനെസ് റേഷ്യോ എന്താണെന്ന് പഠിച്ചിരുന്നു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ വോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എഫക്റ്റീവ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് തിക്നെസ് ഓർ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് തിക്നെസ്. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 27. വോളിൻ്റെ കേസിൽ 27 കൂടാൻ പാടില്ല. നമ്മൾ നേരത്തെ പില്ലർ ഡിസൈൻ ചെയ്ത സമയത്ത് അത് 12 കൂടാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് 27 കൂടാൻ പാടില്ല. ഓക്കെ, സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 27. ഇനി എഫക്റ്റീവ് ലെങ്തിൻ്റെയും എഫക്റ്റീവ് ഹൈറ്റിൻ്റെയും വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്ററുമാണ്. അതിന് കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം. എഫക്റ്റീവ് ഹൈറ്റ് ഫോർ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി വാൾ ഈസ് സപ്പോർട്ടിങ് എ റൂഫ് സ്ലാബ് then the height will be 3/4 of the actual height. നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റിൻ്റെ
3/4 ടൈംസ് ആയിരിക്കും നമ്മൾ റൂഫ് സ്ലാബ് സപ്പോർട്ട് ചെയ്യുന്ന വോൾസിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത്. പില്ലേഴ്സിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു അവിടെ. ഇനി ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇഫ് ദി ഇഫക്റ്റീവ് ലെങ്ത് ഈസ് നോട്ട് എക്സീഡിങ് 4 മീറ്റർ, 4 മീറ്ററിൽ കൂടുതലല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് തന്നെ എടുക്കാം. 4 മീറ്ററിൽ കൂടുതലാണെങ്കിൽ IS കോഡിലെ ടേബിൾ നമ്പർ 5 നിന്ന് നമ്മൾ വാല്യൂസ് ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ ടേബിൾ നമ്പർ 5 ഒന്ന് കാണിക്കാം. ഇതാണ് ടേബിൾ 5. നമ്മുടെ പല കണ്ടീഷൻസ് അനുസരിച്ച് വാളിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻസ് അനുസരിച്ച് പല എഫക്റ്റീവ് ലെങ്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. 4 മീറ്ററിൽ കൂടുതലാണെങ്കിൽ, 4 മീറ്ററിൽ കുറവാണെങ്കിൽ, 4 മീറ്ററോ അതിൽ കുറവാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അതുപോലെ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഡിസൈനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ലെങ്ത് ബിറ്റ്വീൻ ക്രോസ് വാൾസ് 4 മീറ്റർ ആണ്. സോ 4 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ ചൂസ് ചെയ്യാം. ഇനി ഹൈറ്റ് ഓഫ് ദി വോൾ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഇവിടെ ഒരു സിംഗിൾ സ്റ്റോറി ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റൂഫിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ 3/4 ടൈംസ് എടുക്കണം. ദാറ്റ് ഈസ് 0.75 × 3. സോ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ തന്നെ ആയിരിക്കും. എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.25 ആയിരിക്കും. 0.75 × 3 എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ 27 കൂടാൻ പാടില്ല. സോ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ 2250 ഡിവൈഡഡ് ബൈ 27 നമുക്ക് 83.33 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് ഏത് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്? കൺവെൻഷണൽ ബ്രിക്ക്. കൺവെൻഷണൽ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 230 മില്ലിമീറ്റർ ബൈ 115 മില്ലിമീറ്റർ ബൈ 75 മില്ലിമീറ്റർ ആണ് കൺവെൻഷണൽ ബ്രിക്കിൻ്റെ സൈസ്. സോ നമുക്കിവിടെ കിട്ടിയ വാല്യൂ 83 ആണ്. പക്ഷേ എപ്പോഴും നമ്മളൊരു സിംഗിൾ 1 ബ്രിക്ക് തിക്ക് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സിംഗിൾ ബ്രിക്കിൻ്റെ ലെങ്ത് എങ്കിലും നമുക്ക് മിനിമം വേണം. സിംഗിൾ ബ്രിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 230 ആയതുകൊണ്ട് നമുക്ക് മിനിമം 230 ചൂസ് ചെയ്തേ പറ്റൂ. 83 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലും നമ്മൾ മിനിമം വാല്യൂ 230 ചൂസ് ചെയ്യും. ഓക്കെ, സോ ദ മിനിമം വാല്യൂ ടേക്കൺ ഈസ് 230. ഇനി അപ്പോൾ 230 അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ എത്ര കിട്ടും? നമുക്ക് 27 ആണ് മിനിമം വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ 230 ചൂസ് ചെയ്യുമ്പം നമുക്ക് ആക്ച്വൽ വാല്യൂ എന്ത് കിട്ടും? 2250 ഡിവൈഡഡ് ബൈ 230 9.78 ആണ് നമ്മളെ ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മൾ ബേസിക് കംപ്രസീവ് സ്ട്രെസ് ചൂസ് ചെയ്തു. ഇനി നമുക്ക് 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെയാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടറാണ്. അപ്പം സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും IS കോഡിലേക്ക് പോവാം. IS കോഡിൽ ഏതാണ് ടേബിൾ? ടേബിൾ നമ്പർ 9ലേക്ക് പോവുക. ടേബിൾ നമ്പർ 9ൽ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കറസ്പോണ്ടിങ് ടു സ്ലെൻഡർനെസ് റേഷ്യോ ആൻഡ് എക്സെൻട്രിസിറ്റി. നമുക്കിവിടെ എക്സെൻട്രിസിറ്റിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എക്സെൻട്രിസിറ്റി നമുക്ക് 0 ആയിട്ട് തന്നെ എടുക്കാം. എന്നാൽ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ എത്രയാണ്? നമുക്ക് 9.78 ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. ഇവിടെ നമുക്കറിയാം നമുക്ക് 8 ഉണ്ട് 10 ഉണ്ട്. 9.78 വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർപോളേറ്റ് ചെയ്യും. ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡായിട്ട് ഞാൻ പില്ലർ ഡിസൈനിൽ പഠിപ്പിച്ചായിരുന്നു. നമ്മൾ ഫിഗർ വരച്ച് ഇൻ്റർപോളേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർപോളേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്. നമുക്കപ്പം ഇൻ്റർപോളേറ്റ് ചെയ്ത് കിട്ടുന്ന സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.90. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫാക്ടർ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ 0.90 എന്ന് കിട്ടി. അടുത്ത KA എന്ന് പറയുന്നത് ഏരിയ റിഡക്ഷൻ ഫാക്ടറാണ്. ഏരിയ റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷനാണുള്ളത്. ഏത് ഇക്വേഷനാണെന്നറിയോ? ഏരിയ റിഡക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ 0.7 + 1.5 ടൈംസ് ഏരിയ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏരിയ റിഡക്ഷൻ ഫാക്ടർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഏരിയ എത്രയാണ്? നമ്മൾ മിനിമം ഒരു ബ്രിക്ക് ചൂസ് ചെയ്യുമ്പോൾ 230 മില്ലിമീറ്റർ വിഡ്ത്ത് വരും. നമ്മളെപ്പോഴും വോൾ ഡിസൈൻ ചെയ്യുന്നത് 1 മീറ്റർ ലെങ്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വോൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ 1 മീറ്റർ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി വോൾ 0.23. ഏരിയ 0.23 മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 0.2 മീറ്റർ സ്ക്വയർ വരെ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം വാല്യൂ 0.2 ആണ്. 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ റിഡക്ഷൻ ഫാക്ടർ 1 തന്നെ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഏരിയ വാല്യൂ 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെസ് ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫാക്ടറാണ് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ. ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് നമ്മൾ IS കോഡിനകത്താണ്.
IS കോഡിലെ ടേബിൾ നമ്പർ 10 എടുക്കുക. ഇതിൽ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ബേസ്ഡ് ഓൺ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് യൂണിറ്റ്. എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഒരു ബ്രിക്കാണ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. മേസൺട്രി ബ്രിക്കിന് പറയുന്ന പേരാണ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ, ലെങ്തുമായിട്ട് ബന്ധമില്ല, ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ആദ്യം കണ്ടുപിടിക്കുക. അതും ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂവും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 75, വിഡ്ത്ത് എന്ന് പറയുന്നത് 115. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 0.65 കിട്ടും. ഓക്കെ, അപ് ടു 0.7, ദാറ്റ് ഈസ് 0.65 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെങ്ത് 7.5 ആണ്. അപ്പം ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. സോ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഈസ് 1. ഇനി നമുക്കറിയാം പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻറ്റു 3 ഫാക്ടേഴ്സ്. നമുക്ക് 3 ഫാക്ടേഴ്സ് ഓൾറെഡി കിട്ടി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.53 Nm². സോ നമുക്ക് അറിയാം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ ഇൻറ്റു ഏരിയ. ഇവിടെ നമ്മൾ 1 മീറ്റർ ആയതുകൊണ്ട് 1000 ഇൻറ്റു നമ്മൾ കിട്ടിയ വിഡ്ത്ത് എന്ന് പറയുന്നത് 230. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ കിലോ ന്യൂട്ടൺ കിട്ടും. നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് ഇൻ ന്യൂട്ടണിലായിരിക്കും. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇൻ കിലോ ന്യൂട്ടൺ നമുക്ക് വാല്യൂ കിട്ടും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ വരുന്നത് 122.13 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വി ആർ ഡിസൈനിങ് ഫോർ 130 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ആക്സിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 130 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ വേണം. നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കിയപ്പോൾ 122.13 കിലോ ന്യൂട്ടൺ ആകുമ്പോൾ ഈ ബ്രിക്ക് വോൾ ഫെയിൽ ആവും. അപ്പോൾ ഡിസൈൻ ഈസ് നോട്ട് സേഫ്. അങ്ങനെ ഡിസൈൻ സേഫ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസൈൻ സേഫ് അല്ലെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഐദർ ടു ഇൻക്രീസ് ദി വിഡ്ത്ത് ഓഫ് ദി വോൾ ഓർ ടു യൂസ് എ റിച്ച് മോട്ടാർ. അപ്പം നമ്മൾ സിമെൻറ്റ് മോട്ടാർ 1:4 യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ വോളിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുക. എപ്പോഴും നമ്മൾ 1 ബ്രിക്ക് തിക്ക് വോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ബ്രിക്കിൻ്റെ വെച്ചിട്ടായിരിക്കും നമ്മൾ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം തൊട്ടടുത്ത ബ്രിക്ക് എന്ന് പറയുന്ന വോളിൻ്റെ തിക്നെസ് എന്തായിരിക്കും? 1.5 ബ്രിക്ക് ആയിരിക്കും. 1.5 ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 230യുടെ കൂടെ അതിൻ്റെ പകുതി 115 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 345 മില്ലിമീറ്റർ ആയിരിക്കും വോളിൻ്റെ വിഡ്ത്ത് കിട്ടുന്നത്. സോ റിവേഴ്സ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ ഇൻറ്റു ലെങ്ത് 1000 ആണ്. 1000 ഇൻറ്റു 345 ആണ് തിക്നെസ്. അങ്ങനെ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത് എത്രയാണ്? 182.85 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 130 മിനിമം മതി, പക്ഷേ 182.85 കിലോ ന്യൂട്ടൺ വരെ ഈ വോള് സേഫ് ആണ്. സോ അവർ ഡിസൈൻ ഈസ് സേഫ്. സോ വി ആർ പ്രൊവൈഡിങ് എ വോൾ ഓഫ് തിക്നെസ് ഈക്വൽ ടു 1.5 ബ്രിക്ക്, ദറ്റ് ഈസ് 345 മില്ലിമീറ്റർ. അതാണ് നമ്മുടെ വോളിൻ്റെ ഡിസൈൻ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.